ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പര ഒരു ആവേശകരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ 2 മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. പക്ഷെ മൂന്നാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു 26 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു. ആ മത്സരത്തിൽ ഇന്ത്യയുടെ മധ്യനിര ബാറ്റിംഗ് ഓർഡർ മൊത്തത്തിൽ ഒരു പ്രശ്നം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അടുത്തൊരു മത്സരം നടക്കാൻ പോകുന്നത് പൂനെയിലാണ്. ആ മത്സരത്തിലേക്ക് ഇന്ത്യ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പൊതുവെ പ്രതീക്ഷിക്കുന്നത്? ഇപ്പം കഴിഞ്ഞ മത്സരം നമ്മൾ പറഞ്ഞാൽ മൂന്നാം മത്സരം രാജ്കോട്ടിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ടീം സെലക്ഷൻ തന്നെ പാളിച്ചുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ അർഷ്ദീപിന് പുറത്തിരുത്തിയിട്ട് ഷമിയെ കളിപ്പിച്ചു. ബിഷ്ണോയ് ടീമിലുണ്ടായിരുന്നു. 3 സ്പിന്നർമാരും 4 സ്പിന്നർമാരൊക്കെയാണ് ടീമിലുണ്ടായിരുന്നത്. പിന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലഭിക്കാത്ത ഭാരമായി മാറി. അപ്പോൾ അത് മാത്രമല്ല, വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു ബാറ്റിംഗിലെ മെല്ലപ്പോക്ക് തിരിച്ചടിയായി ചെയ്തു. ആ സമയത്ത് അത് ഇന്നിങ്സിൽ കൂറ്റടിക്കാൻ ആർക്കും പറ്റിയിരുന്നില്ല. സുന്ദറിന്റെ ഇന്നിങ്സ് പ്രത്യേകിച്ചത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ബൗളിംഗിലും ഒരു ഓവറിൽ 15 റൺസ് അടക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. വലിയൊരു പിന്നെ റൺ വിട്ടെടുക്കലാണ് താരത്തിന് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ബാധിച്ചിട്ടുണ്ട് ടീമിനെ. അപ്പോൾ നാളത്തെ മത്സരത്തേക്ക് വരുമ്പോൾ അതിലൊക്കെ എന്തൊരു മാറ്റം ഉണ്ടാവും. ഈ പറഞ്ഞ വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരുന്നേക്കാം. പിന്നെ അർഷ്ദീപ് തിരിച്ചു വരും. കാരണം മൂന്നാമത്തെ മത്സരം കഴിഞ്ഞ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കായിരുന്നു. 3-0 മുന്നിട്ടൊക്കെയായിരുന്നു. ഇപ്പോൾ 2-1 ഇന്ത്യക്ക് ആധിപത്യമുണ്ട്. പക്ഷെ പറയുമ്പം ഇംഗ്ലണ്ട് ആത്മവിശ്വാസം കൂടിയൊരു ഇംഗ്ലണ്ടാണ് പൂനെയിലേക്ക് കളിക്കാൻ വരുന്നത്. ബട്ട്ലറും സംഘത്തിനും പിന്നെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തിളങ്ങാൻ പറ്റിയിട്ടുണ്ട് മൂന്നാം മത്സരത്തിൽ. അപ്പം അതിൻ്റെ ആത്മവിശ്വാസം നാളത്തെ മത്സരത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് കാര്യം കുറച്ചുകൂടി വിഷമമായിരിക്കും, എളുപ്പമായിരിക്കില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ആദ്യ മത്സരം ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗിൽ ഒരു പ്രശ്നം, ഇന്ത്യ 2 വിക്കറ്റിനാണ് വിജയിക്കുന്നത്. അതെ അതെ. മൂന്നാമത്തെ മത്സരത്തിലേക്ക് വന്ന സമയത്ത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ വളരെയധികം ഷെയ്ക്കി ആയിട്ട് ഒരു കാണപ്പെട്ടു. പ്രത്യേകിച്ച് ധ്രുവ് ജുറലിനെ 8ാമതായിട്ട് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4ാമത്തെ മത്സരം വരുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ളൊരു ഇതാണുള്ളത്. അപ്പൊ അതിന് ഒരുപക്ഷെ അതിന് ഇതായിട്ടായിരിക്കും ഈ വാഷിംഗ്ടൺ സുന്ദറിന് പകരം ശിവൻ ദുബെയോ രമൺദീപ് സിംഗോ വരണമെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ടാവും. റിങ്കു സിംഗ് ടീമിലൊക്കെ തിരിച്ചെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജുറലിന് പുറത്തിരുത്തിയിട്ട് മറ്റേ റിങ്കു സിംഗ് പിന്നെ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ റിങ്കു സിംഗ് കളിക്കുമായിരിക്കും. കാരണം ജുറലിന്റെ ഇന്നിംഗ്സ് കഴിഞ്ഞ 2 മത്സരങ്ങളും വലിയ ഇന്നിംഗ്സ് എന്ന രീതിയിലാണ്. അപ്പം റിങ്കു സിംഗ് തിരിച്ചെത്തിയാൽ മധ്യനിരയിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ ഒരു കൂറ്റനടിക്കാരനെ പിന്നെ മിഡിൽ ഓർഡറിൽ കിട്ടും. അപ്പോൾ അത് ഒരു റണ്ണിന് ഇന്ത്യ ടീമിന് ഒരു ബാലൻസ് ധൈര്യം റിങ്കു സിംഗ് ഉണ്ടെന്നൊരു ധൈര്യം മുൻ താരങ്ങൾ പിന്നെ ആദ്യം കളിക്കുന്ന താരങ്ങൾക്കും ലഭിക്കും. പിന്നെ ഈ പറഞ്ഞ സുന്ദറിന് പകരം ശിവൻ ദുബെയോ രമൺദീപ് വരുവാണെങ്കിൽ ശിവൻ ദുബെക്കാണ് ചാൻസ് കാണുന്നത്. ബോളിങ്ങിലും പിന്നെ ഇന്ത്യൻ പേസിനെ സഹായിക്കാൻ പറ്റുന്ന താരമാണ്. അപ്പം ബാറ്റിംഗിൽ തന്നെ കൂറ്റനടിക്കാരനാണ്. ഇപ്പം വാഷിംഗ്ടൺ സുന്ദറിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാതെയാണ് സുന്ദറിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചത്. അപ്പോൾ അവിടെ വരുമ്പോഴേക്കും ആ 2 മാറ്റങ്ങൾ വന്നാൽ ക്രൂഷ്യലായ 2 മാറ്റങ്ങളായി മാറും. മധ്യനിരയിലെ ബാറ്റിങ്ങിന് ആ തലവേദന മാറി കിട്ടും. അതിന് വാലറ്റത്തേക്ക് വരുമ്പോൾ പിന്നെ ബോളിങ്ങിലേക്ക് വരുമ്പം അർഷ്ദീപ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫോമിലുള്ള ഒരു ബോളറാണ് അർഷ്ദീപ് സിംഗ്. അദ്ദേഹത്തെ പുറത്തിരുത്തിയിട്ടാണ് ഷമിയെ കളിപ്പിച്ചത്. ഷമി പിന്നെ തിരിച്ചുവരവായിരുന്നു. ഷമിക്ക് അത്ര വിക്കറ്റ് നേടാനായില്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമുള്ള ഇന്നിംഗ് ആയിരുന്നില്ല. പക്ഷേ ബിഷ്ണോയ് എന്നൊരു താരം കഴിഞ്ഞ 3 മത്സരങ്ങളിലായിട്ട് 1 വിക്കറ്റ് മാത്രം നേടിയ രവി ബിഷ്ണോയ് അവിടെ ഉണ്ട്. റൺ നന്നായിട്ട് വഴങ്ങുവാണ്. അപ്പോൾ ബിഷ്ണോയിനെ പുറത്തിരുത്താനാണ് സാധ്യത. പക്ഷേ ഈ പൂനെയിലെ പിച്ച് സ്പിൻ അനുകൂല പിച്ചാണ്, അതുകൂടി കാണേണ്ടതുണ്ട്. അപ്പം പക്ഷേ അതിന് പ്രശ്നമില്ല. പിന്നെ ഷമിക്കൊപ്പം അർഷ്ദീപ് വരുമ്പോൾ ബിഷ്ണോയ് പുറത്തിരുന്നാലും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ അഭിഷേകൊക്കെ ബോൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് സ്പിന്നിന് വലിയ കുഴപ്പം വരുന്നില്ല. സ്പിൻ അവിടെ ഒക്കെ ഉണ്ട്. പിന്നെ ടേണിന് നല്ല ഇത് കിട്ടുന്ന പിച്ചാണ് പൂനെയിൽ. ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പം വരുൺ ചക്രവർത്തിക്ക് ആ ഒരു കഴിഞ്ഞ മത്സരങ്ങൾ ഉണ്ടാക്കി 5 വിക്കറ്റ് നേട്ടം ആ ഇമ്പാക്ട് ആവർത്തിക്കാനായാലും ഇന്ത്യ ബോളിംഗ് നിരക്ക് വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ പോകാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പൂനെയിലാണ് മത്സരം നടക്കുന്നത്. പൂനെയിലെ സ്റ്റേഡിയത്തിൽ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ 2 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്, 2 മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഏറ്റവും അവസാനം നടന്ന 2023 മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയുമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മത്സരത്തെ വിലയിരുത്തുകയാണെങ്കിൽ അന്ന് ഫോം ആയിട്ടുള്ള താരങ്ങൾ ഇന്ന് ഇന്ത്യൻ ടീമിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പൊതുവെ വിലയിരുത്തുന്ന സമയത്ത് ഈ അവസാനം അവിടെ നടന്ന 2 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീം 200-ലധികം റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ റീസെന്റ് ആയിട്ട് മത്സരത്തിൽ ഈ ശ്രീലങ്ക 206 റൺസാണ് സ്കോർ ചെയ്തത്, ഇന്ത്യ 190. അതായത് ഒരു ബാറ്റിംഗിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് എന്ന് പറയാം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിലൂടെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര ഒരു ആത്മവിശ്വാസം വീണ്ടെടുത്ത ഒരു സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിന് ആദ്യം ബാറ്റിംഗ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു വലിയ സ്കോറിലേക്ക്, അതെ ടോസും നിർണായകമാണ്. പിന്നെ ആദ്യം ബാറ്റ് ചെയ്ത 4 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം 2 തവണ ചേസ് ചെയ്തിട്ടുമാണ് ടീമുകൾ വിജയിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ പോലും ഒരു വലിയ ഒരു സ്കോറിംഗ് മത്സരത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. 2 ടീമിലും കൂറ്റനടിക്കാർ ഒരുപാടില്ല ടീമാണ്. അപ്പോൾ ഇംഗ്ലണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ 2 നല്ല മത്സരമാണ്. ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആണ്. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാർ ഇപ്പം ബട്ട്ലർ നല്ല ഫോമിലുള്ള താരമാണ്.
ബട്ട്ലറിനൊക്കെ പ്രകടനം നാളെ ഇപ്പം കണ്ടറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ പറയുമ്പോൾ സഞ്ജു സാംസണാണ് ഫോം ആവാണ്ട് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. കാരണം ബാക്കിയുള്ള താരങ്ങൾക്ക് ഇപ്പോൾ സൂര്യകുമാർ യാദവിന് തിളങ്ങാൻ പറ്റിയിട്ടില്ല. തിലക് വർമ്മയായാലും ഓരോ മത്സരങ്ങൾ തിളങ്ങിയിട്ടുണ്ട്, ആദ്യത്തെ 2 മത്സരങ്ങൾ തിളങ്ങിയിട്ടുണ്ട്. അപ്പം അവരുടെ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ സഞ്ജു ഈ പൂനെയിൽ കളിച്ചത് ശ്രീലങ്കയുടെ അതായത് 2020 മത്സരമാണെന്ന് തോന്നുന്നു. ശ്രീലങ്കയോട് കളിച്ചപ്പം 2 ബോൾ 6 റൺ എടുത്ത് പുറത്തായ താരമാണ്. സഞ്ജുവിന് അത്ര T20 ഇന്റർനാഷണൽ IPL അല്ല, T20 ഇന്റർനാഷണൽ വരുമ്പോൾ അത്ര ഒരു നല്ല റെക്കോർഡുള്ള താരം പിച്ചല്ല. ആകെ ഒരു മത്സരമാണ് സഞ്ജുവിടെ കളിച്ചത്. അതിൽ ആദ്യത്തെ ബോൾ 6 അടിച്ചു, രണ്ടാമത്തെ ബോളിൽ വിക്കറ്റ് LBW കുരുങ്ങിയിട്ട് ഹസരംഗയ്ക്ക് ശ്രീലങ്കയുടെ കളിയിൽ പുറത്താവുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു ഇത് സഞ്ജുവിന് അവിടെ ഉണ്ട്. സഞ്ജു ഹസരംഗയുടെ കോമ്പിനേഷൻ അറിയാലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അന്ന് ഇന്ത്യ മികച്ച ഇതായിരുന്നു. ഓപ്പണർമാർ 2 50 അടിച്ച മത്സരം, 1-ന് 99 എന്ന രീതിയിലായിരുന്നു ധവാൻ ഔട്ടാവുന്നത്. ആ സമയത്താണ് ഇന്ത്യയുടെ വിക്കറ്റ് രണ്ടാമത് പിന്നെ സഞ്ജു വന്ന് രണ്ടാമത്തെ ബോളിൽ പോകുന്നത്. സഞ്ജുവിനപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മത്സരങ്ങൾ പറയുമ്പോൾ ഫോമായ 2 താരങ്ങൾ അക്ഷർ പട്ടേലും ഇന്ത്യ തോറ്റ മത്സരത്തിൽ ശ്രീലങ്കയോട് അക്ഷർ പട്ടേലും സൂര്യകുമാർ യാദവാണ്. രണ്ടുപേരും 50 അടിച്ച മത്സരമായിരുന്നു. നല്ല ഒരാൾ 32 ബോളിൽ 51, മറ്റാൾ 31 ബോൾ 65 അടിച്ച മത്സരമാണ്. അത് അക്ഷർ പട്ടേൽ കുറച്ചുകൂടി ഓൾറൗണ്ട് പ്രകടനം കാണിച്ച മത്സരം കൂടിയായിരുന്നല്ലോ. അപ്പം ആ ഒരു പ്രകടനം തിളങ്ങാനായാലും ഇന്ത്യക്ക് പ്രതീക്ഷ കൂടിയാണ്. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളിപ്പോഴത്തെ മികച്ച പേസർ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന അർഷ്ദീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കയോട് 2 ഓവറിൽ 37 റൺസ് തുടങ്ങിയൊരു മത്സരമായിരുന്നത്. 5 നോ ബോളൊക്കെ എറിഞ്ഞ അർഷ്ദീപിൻ്റെ കരിയറിൽ ഒരു മോശം T20 മത്സരമായിട്ട് കണക്കാക്കപ്പെടുന്ന മത്സരമായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് തീർക്കാൻ കൂടി അർഷ്ദീപിന് തയ്യാറായില്ല. ഇപ്പോഴത്തെ ഫോമിൽ അദ്ദേഹം നല്ലൊരു ഫോമിൽ താരാണ്. നാളത്തെ മത്സരത്തിൽ അവസരം കിട്ടിയാൽ ആ കണക്ക് തീർക്കാൻ പറ്റും. ആ കണക്ക് തീർക്കാനുള്ള അവസരം കൂടിയായിട്ട് അർഷ്ദീപിന് ഉപയോഗിക്കും. അപ്പോഴേക്കും ഇന്ത്യൻ ബോളിംഗ് നമുക്കറിയാം, നല്ല എല്ലാം നല്ല പ്രതിഭയുള്ള താരങ്ങളാണ് ഇപ്പം കളിക്കുന്നതെല്ലാം. അത് ഫോമിൽ കളിക്കുന്നത് പ്രതിഭയുള്ള താരങ്ങളാണ് ദേശീയ ടീം കളിക്കുന്നത്. പക്ഷേ ഫോമിലുള്ള താരങ്ങളാണ്. അതിൽ ചില മത്സരങ്ങൾ മാത്രം വീഴ്ച വരും. പക്ഷേ ഇന്ത്യക്ക് അത് മറികടക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അവസാനം നടന്ന 2 മത്സരങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ഇത്. അതിന് മുമ്പ് നടന്നൊരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 101 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുള്ള മത്സരമാണ്. ഇത് ശ്രീലങ്കനെ ആയിട്ടാണ്. ശ്രീലങ്ക മത്സരം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിൽ ഇവിടെ ഒരു മത്സരം നടന്നിട്ടുണ്ട്. 2012 ആ മത്സരം നടന്നിട്ടുള്ളത്. അന്ന് ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 157 റൺസ് എടുക്കുകയും ഇന്ത്യ അത് ചേസ് ചെയ്യുകയും ചെയ്തു. അന്ന് യുവരാജ് സിംഗിന്റെ ഒരു പ്രകടനം നമ്മളെപ്പോഴും നമുക്കറിയാം. ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു താരം എന്ന് പറയുന്നത് യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അതെ. ആ മത്സരത്തിൽ യുവരാജ് ബോളിങ്ങിലും ഒരുപോലെ ഫോം ആയിട്ടുണ്ട്, ബാറ്റിങ്ങിലും ഫോം ആയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നമുക്കറിയാം ഇപ്പോൾ പിച്ചിന്റെ സ്വഭാവം, ഇവിടുത്തെ പൂനെയിലെ പിച്ചിന്റെ സ്വഭാവം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമുക്ക് അവസാനത്തെ 2 മത്സരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കളി പുരോഗമിക്കും തോറും സ്പിന്നിന് ഒരു ആനുകൂല്യം കിട്ടുന്നു. പക്ഷെ പേസർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, മത്സരത്തിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കളി പുരോഗമിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്തായാലും ടോസ് കിട്ടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാൻ ഉള്ളൊരു ശ്രമമായിരിക്കും നടത്തുക എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ ടീമിനെ നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ രാജ്കോട്ടിലെ പിച്ചും ഇതുപോലെയായിരുന്നു. ആദ്യം ടീം ബാറ്റ് ചെയ്യുന്ന, അതെ, പ്രത്യേകിച്ച് ഡ്യൂ ഫാക്ടർ പോലും ഇല്ലാതെ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നാളത്തെ ദിവസത്തിൽ എന്താവും ടീമിന്റെ പദ്ധതി എന്താണെന്ന് അറിയില്ല. ഗംഭീറും സൂര്യകുമാറും തീരുമാനിച്ചിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ പറഞ്ഞ ടീം സെലക്ഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷയായിരുന്നു ഷമി കളിക്കുന്നു. പക്ഷേ ബിഷ്ണോയ് പുറത്തു പോകുന്ന നമ്മൾ കരുതിയത് നേരെ തിരിച്ചായിരുന്നു. അർഷ്ദീപിനാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കായിരുന്നു. അർഷ്ദീപിനെ ആ മത്സരം ജയിച്ച ഇന്ത്യക്ക് ഇപ്പം 4ാമത്തെ മത്സരം 5ാം മത്സരം പരീക്ഷണം നടത്താവുന്ന ഒരു മത്സരമായിരുന്നു പരമ്പര സ്വന്തമാക്കിയ ശേഷം. പക്ഷെ അതിന് മൂന്നാമത്തെ ക്രൂഷ്യലായ ഒരു മത്സരത്തെ കൊണ്ടുപോയിട്ട് അർഷ്ദീപിനെ പുറത്തെടുത്ത് പറയുമ്പോൾ അങ്ങനത്തെ വിചിത്രമായ തീരുമാനങ്ങളൊക്കെയാണ് ഇന്ത്യ മാനേജ്മെന്റ് ഇപ്പോൾ എടുക്കുന്നത്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയാലും ശരി. ഇപ്പോൾ നാളത്തെ ദിവസം നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. അവരെന്താണ് കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം സഞ്ജുവിന്റെ ഒരു പ്രകടനമാണ്. സഞ്ജുവിന് ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് വരും എന്നുള്ളത് ആണ് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം. കാരണം ഷോർട്ട് ബോളുകൾക്കെതിരെ വീണ്ടും പരാജയപ്പെടുക. അതാണ് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്താണ് ആർച്ചർ എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ബാക്കി ചാൻസുകൾ ഇരിക്കുന്നത്. ആ ഒരു ആദ്യത്തെ ഓവറുകൾ ഇത് ചെയ്യാൻ, അതെ, കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവസരങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സഞ്ജു വീണ്ടും പരാജയപ്പെടുന്നത് വീണ്ടും നമ്മളിങ്ങനെ കാണേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷമം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തിരിച്ചു വരുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സഞ്ജുവിന് അത് കഴിഞ്ഞില്ല. വിക്കറ്റ് വലിച്ചെറിയാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഒന്ന് പിന്നെ ഡിഫൻഡ് ചെയ്ത് ആർച്ചറിനെ ഡിഫൻഡ് ചെയ്ത് നിന്നിട്ട് മറ്റു മത്സരം ബോളുകൾ കളിച്ചാൽ തന്നെ സഞ്ജു ചിലപ്പോൾ മറികടക്കാൻ പറ്റും. സഞ്ജു ആക്ഷേപം കാണിക്കുന്നില്ല എന്നുള്ളതാണ് സംശയം. അല്ല, നമ്മൾ ദക്ഷിണാഫ്രിക്കയിലൊക്കെ കണ്ടതാണ് സഞ്ജു പേസർമാരൊക്കെ മൊത്തത്തിൽ നേരിടുന്നത് നമ്മളത് കണ്ടതാണ്. ഇപ്പൊ വീണ്ടും പേസർമാരെ കളിക്കാൻ വിമർശനം വീണ്ടും കേൾക്കലായി സഞ്ജു. അതെ, ആ ഒരു ഇമ്പാക്ട് സഞ്ജുവിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി പ്രതീക്ഷയുണ്ട് ഈ മത്സരം. ഓരോ മത്സരം സഞ്ജുവിന്റെ ഓരോ മത്സരം നമുക്ക് പ്രതീക്ഷയാണ്. സഞ്ജു പിന്നെ പണ്ട് നമ്മൾ പറയാറുണ്ട്, മറ്റേ ഈ യൂസുഫ് പത്താം വന്ന് കൂറ്റിനടി അടിക്കുന്ന സമയത്ത് നെഞ്ചിൽ തീയാണ്. യൂസുഫ് പത്താം ബാറ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് ഒരു ആദ്യമാണ്. ഇത്
ഉയർത്തിയടിക്കുന്ന ക്യാച്ച് ആവോ 6 ആവോ എന്നുള്ള യൂസഫ് പത്താൻ അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാം കൂറ്റടിക്കാൻ മാത്രം ശ്രമിക്കായിരുന്നു. പക്ഷെ സഞ്ജു നമുക്ക് ഇപ്പൊ നിൽക്കുമ്പോൾ അതേ സച്ചിൻ 90 എത്തിയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പണ്ട്, 90 കടന്ന് 100 കടക്കാനില്ലേ, അതേ ടെൻഷനാണ് നമ്മളിപ്പം സഞ്ജുവിൽ നിന്നും കാണുന്നത്. സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്നില്ല, കാരണം വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പോവാണ്. അതെ, പിന്നെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് IPL മത്സരങ്ങൾ നടന്ന ഒരു മൈതാനം കൂടിയാണിത്. 51 മത്സരങ്ങൾ നടന്നിട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം 28 മത്സരങ്ങളിൽ, രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം 23 തവണയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ സ്കോറും IPL മത്സരങ്ങളിലെ സ്കോറിംഗ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ റൺ ഒഴുകുന്ന ഒരുപാട് മത്സരങ്ങളുണ്ട്. IPL 211 റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സ് 2018 നേടിയ ഒരു റൺസാണ് ഇവിടുത്തെ ഹൈ സ്കോർ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെ നമുക്ക് പൂനെ മത്സരത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഇതുവരെ നമുക്ക് ഈ ഇംഗ്ലണ്ട് ഇന്ത്യ പരമ്പരയിൽ ഇതുവരെ നമുക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല ഈ പരമ്പരയിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു മികച്ച ബാറ്റിംഗ് വിരുന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം ബാറ്റ് ചെയ്ത ടീം 200 റൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നാളത്തെ മത്സരം അത് ഏത് ടീമായാലും എടുക്കാൻ 2 ബാറ്റിംഗ് നിരയും ഡെപ്തിലെ ടീമാണ്, 200 റൺ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. അപ്പം അത് കണ്ടാൽ സെക്കൻഡ് ഇന്നിംഗ്സിലും ആ ബാറ്റിംഗ് വെടിക്കിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കരുതുന്നത്. പിന്നെ അതോടൊപ്പം ഇന്ത്യയുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ പ്ലാനിങ്ങും അതിനനുസരിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. കാരണം ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പല താരങ്ങളും മികച്ച ഫോമിലാണ്, അവരുടെ ബാറ്റിംഗിലാണെങ്കിലും. അതെ അതെ, മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ട ഒരു ഇതാണ് ബാലറ്റം വരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു. ഇന്ത്യക്ക് ഇപ്പൊ മിഡിൽ ഓർഡർ കിട്ടുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും പോയി കഴിഞ്ഞാൽ ഇന്ത്യ വീണെന്നുള്ള അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത്, നിലവിലെ അവസ്ഥയിലുള്ളത്. കാരണം നല്ലൊരു ഡെപ്തിൽ ടീം ഉണ്ടായിട്ട് ബാറ്റിംഗ് നിര ഉണ്ടായിട്ട് കൂടി ഇന്ത്യക്ക് അത് മറികടക്കാനാവുന്നില്ല ഇംഗ്ലീഷ് ബോളർമാരെ. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ടിന്റെ ബോളർമാരെ വരെ ചേർത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ റിങ്കു സിംഗ് തിരിച്ചു വന്നാൽ, റിങ്കു സിംഗ് ഇപ്പം പിന്നെ ടീമിലേക്ക് തിരിച്ചെത്തി, സുന്ദർ തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് ജൂറലിന് പകരം സുന്ദറിന് പകരം ടീമിലെത്തി കഴിഞ്ഞാൽ ആ ഒരു കുറച്ചുകൂടി ഒരു പ്രതീക്ഷ വഴിയുണ്ട്. ഒരു കൂറ്റിനടിക്കാൻ സ്കോറിംഗിന് വേഗം കൂട്ടാൻ പറ്റുന്ന താരം കൂടെ എത്തും എന്നുള്ള പ്രതീക്ഷ നമുക്ക് കാണാൻ പറ്റും. അതെ, നമുക്ക് ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് അക്സർ പട്ടേൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണർമാരെ മാത്രം ഫിക്സ് ചെയ്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള പൊസിഷനുകളിലെല്ലാം ബാറ്റർമാരെ ഫ്ലോട്ടർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഫിക്സഡ് ബാറ്റിംഗ് ലൈനപ്പ് അവിടെ വേണം. അതേസമയം അടിയന്തരമായ സാഹചര്യങ്ങളിൽ നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററിനെ 8ാമത്തെ പൊസിഷനിൽ ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ശരിക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ എന്നാൽ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ ധ്രുവ് ജുറലിനെ പോലൊരു താരത്തിന് കഴിയുന്നില്ല എന്നുള്ളതുമാണ് വ്യക്തമാകുന്നത്. അതെ, അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രശ്നങ്ങളും വീക്ക്നെസ് എല്ലാം കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു മത്സരം കൂടിയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത്. അതിൽ നിന്നൊരു തിരിച്ചുവരവാണ് ഇന്ത്യ നടത്തേണ്ടത്. അപ്പൊ അതിന് ശക്തമായ രീതിയിൽ മുന്നേറാൻ ഇന്ത്യ ടീമിന് സാധിക്കട്ടെ. ഒരു മികച്ച സഞ്ജുവിന്റേതും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ ഒക്കെ ഒരു മികച്ച പ്രകടനം നമുക്ക് കാണാൻ കഴിയട്ടെ. തിരിച്ചെത്തണം എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞ ഒരു വ്യക്തിപരമായിട്ട് പോലും ഇവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് പൂനെയിൽ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.